എൻ്റെ എന്താ പറയുക, ഞാനിപ്പോഴും കണ്ണനോട് പറയും, എൻ്റെ ഒരു വാക്കിൻ്റെ പേരിലാണ് കണ്ണ ആങ്കിൾ അത്രയും പൈസ മുടക്കി കണ്ണന് വേണ്ടി കളഞ്ഞത്. എൻ്റെ ഒറ്റ വാക്കിൻ്റെ പേരിലാണ്, ഞാൻ എപ്പോഴും പറയും. അപ്പോൾ അത് കുഴപ്പമില്ല, പടച്ചോൻ തിരിച്ചു തരും. ഏതെങ്കിലും രൂപത്തിൽ ദൈവം എപ്പോഴും കൂടെ ഉണ്ടാവും. ഒരു സഹായവും ചെയ്തിട്ടില്ല. ആ ഒരൊറ്റ പടം കൊണ്ട് അസീമിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെ അതിവിനയം സ്റ്റാർ ജയറാമിനെതിരെ ചില ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടി ഉഷ ഹനീഫ് രംഗത്ത് വന്നിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഉഷ ഹനീഫിനെ കുറിച്ച് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു പഴയകാല നടിയാണ്. ഇപ്പൊ ഇവർ അമ്മ സംഘടനയിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇവരും ലക്ഷ്മിപ്രിയയുമായി ബന്ധപ്പെട്ട് അമ്മ സംഘടനയിൽ ഉണ്ടായ ചില അസ്വാരസ്യങ്ങളൊക്കെ പലരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും അതിനെല്ലാം ഇടയിലാണ് ജയറാമിനെതിരെ ചില ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഉഷ ഹനീഫ് ഇപ്പൊ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ, തന്റെ അനിയനായിട്ടുള്ള ഹസീബ് ഹനീഫിനെ കൊണ്ട് ഹാപ്പി സർദാർ എന്ന് പറഞ്ഞ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചു ഈ പറയുന്ന ജയറാം. ആ സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചത് ആരാണ്? ജയറാമിന്റെ മകൻ തന്നെ. ഭയങ്കര വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ടാണ് കേട്ടോ ജയറാം ആ സിനിമ ഹസീബ് ഹനീഫിനെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചത്. എന്നും കൂടെ ഉണ്ടാകും, കട്ടക്ക് കൂടെ ഉണ്ടാകും, സിനിമയുടെ റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, ജയിച്ചാലും പൊട്ടിയാലും ഞാൻ കൂടെ കാണും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കോൺഫിഡൻസ് കൊടുത്തിട്ടാണ് ജയറാം ഹസീബ് ഹനീഫിനെ കൊണ്ട് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചത് എന്നാണ് ഉഷ പറയുന്നത്. അങ്ങനെ സിനിമ പ്രൊഡ്യൂസ് ചെയ്തു. 2018 ഈ സിനിമ റിലീസ് ആവുകയും ചെയ്തു. സിനിമയാണെങ്കിലോ 8 നില പൊട്ടുകയും ചെയ്തു. അങ്ങനെ പടം പൊട്ടിയതോടെ പിന്നെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാണെങ്കിൽ, കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ് ജയറാം നൈസായിട്ട് അങ്ങോട്ട് മുങ്ങി. പിന്നെ ആശാന് പൊടിയിട്ട് നോക്കിയിട്ട് പോലും കാണാൻ പറ്റിയില്ല എന്നൊക്കെയാണ് ഉഷ ഹനീഫ് പറയുന്നത്. എന്തൊരു അവസ്ഥയാണല്ലേ. കൂടെ ഉണ്ടാകും, കട്ടക്ക് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഒരാളെ കൊണ്ടേ കുഴി ചാടിച്ചിട്ട് അവസാനം ഇങ്ങനെയൊക്കെ മുങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഇങ്ങനെ കൊണ്ട് ഇതിനൊക്കെ പറ്റത്തുള്ളൂ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മൈ മീഡിയ ഒറിജിനൽസ് എന്ന് പറഞ്ഞൊരു ചാനലിൽ ഇന്നലെ ഈ പറഞ്ഞ ഉഷ ഹനീഫ് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അതിലെ ചില ഭാഗങ്ങളൊന്ന് കേട്ടോക്കാം. ഹസീബിന്റെ ഇഷ്യൂ ജയറാമേട്ടനായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടല്ലോ, അതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? അല്ല, അത് അസീബ് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ശരിക്കുള്ള കാര്യം തന്നെ. എൻ്റെ ഫോണിൽ ജയറാമിൻ്റെ വോയിസ് എൻ്റെ കയ്യിലുണ്ട്. ജയറാം ഹസീബിന് അയച്ച വോയിസ്. അതായത് ജയറാമിൻ്റെ ഒരു വാക്കിൻ്റെ പുറത്താണ് ഹസീബ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്. ജയറാമിനെ വെച്ച് അതിൻ്റെ തൊട്ട് മുമ്പ് ഗ്രാൻഡ് ഫാദർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും മോശമായിരുന്നു. എൻ്റെ തൊട്ട് പിറകെയാണ് ഹാപ്പി സർദാർ ചെയ്യുന്നത്. അപ്പോൾ ഹാപ്പി സർദാർ തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും പറഞ്ഞ ഹസീബിനോട്, ചെയ്യരുത്, പോയ പൈസ പൊയ്ക്കോട്ടെ, ഇത് ശരിയാവത്തില്ല, ഈ പടം നിന്നെ എന്താ പറയുക, അതുപോലെ നമ്മൾ മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ സാമ്പത്തിക നഷ്ടം മാത്രമല്ല, അവൻ്റെ ആരോഗ്യവും പോകേണ്ട ഒരു അവസ്ഥയുണ്ടായി. ജയറാം പെടുത്തി എന്നാണോ പറയുന്നത്? ജയറാമിൻ്റെ ഒരു വാക്ക്, ജയറാം പറഞ്ഞത് ജയറാം കൂടെ ഉണ്ടാവും. ഞാൻ ചോദിച്ചപ്പോൾ ഹസീബ് നേരത്തെ പറഞ്ഞ ജയറാമേട്ടനോട് പറഞ്ഞ വാക്കാണ്. നമ്മളെല്ലാവരും പറഞ്ഞത് ജയറാമേട്ടനോട് ഞാനൊരു വാക്ക് പറഞ്ഞു, അതെനിക്ക് പാലിക്കാതിരിക്കാൻ പറ്റത്തില്ല. അത് പഞ്ചാബിലൊക്കെ പോയാൽ ഷൂട്ട് ചെയ്ത്. അപ്പോഴും എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു. അപ്പോൾ പുള്ളിയും പറഞ്ഞത് പഞ്ചാബിൽ പോയിട്ട് വന്നിട്ട്, വേണ്ട ഹസീബ്, അത് കൈവിട്ട് പോകും, ശരിയാവത്തില്ല, വേണ്ട, വിട്ടേക്ക്. അപ്പോഴും അവൻ ജയറാമിനെ വിശ്വസിച്ചു. ജയറാമിന് കൊടുത്ത വാക്ക്, ജയറാമിൻ്റെ മോനെ വെച്ചല്ലേ ചെയ്യുന്നത്. അവരെ ഒന്നും വിശ്വസിക്കരുത്. നമുക്കിവരെയൊക്കെ നന്നായിട്ട് അറിയാവുന്നത്, എത്രയോ വർഷങ്ങളായിട്ട് അറിയാവുന്നത്. ജയറാം എപ്പോഴും വരുമായിരുന്നു. അതിലേ പോയാൽ അവിടെ വന്ന് ഭക്ഷണം കഴിക്കാതെ പോകത്തില്ല. ഭയങ്കര സ്നേഹമായിരുന്നു. ആ സ്നേഹമൊക്കെ എന്തിനായിരുന്നു എന്നുള്ളത് ചിന്തിച്ചാൽ പോരെ വിശത്താത്ത. സംഭവം മൂപ്പർക്ക് സ്വന്തം മകനെ സിനിമയിൽ അഭിനയിപ്പിക്കണം. അതിന് മൂപ്പര് കണ്ട വഴിയാണ് ഹസീബിനെ വെച്ചൊരു സിനിമ എടുക്കാന്നുള്ളത്. അതിനു വേണ്ടിയാണ് മൂപ്പര് ഈ സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തിയത്. അവസാനം കാര്യം നടന്നു, ആശാൻ നൈസായിട്ട് സ്കിപ്പായി. അതാണ് ഇവിടെ സംഭവിച്ചത്. അല്ലത് ആദ്യമായിട്ടൊന്നും അല്ല കേട്ടോ ജയറാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ മുഴുക്കെ ജയറാം ഇങ്ങനെയാണെന്നുള്ളതാണ് പൊതുവെയുള്ള അഭിപ്രായം. ഈ ജയറാമിനെ കുറിച്ച് മലയാള സിനിമയിലെ മുൻ ഡയറക്ടറായിട്ടുള്ള രാജസേനൻ മുമ്പ് ഒരു ഇന്റർവ്യൂ വെച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് ഉച്ചക്ക് പറയാനുള്ള ബാക്കി കാര്യങ്ങളും കൂടെ ഒന്ന് കേട്ടോക്കാം. ആ ആള് ഈ പടം ഫ്ലോപ്പായിട്ട് ഒന്ന് ഫോൺ ചെയ്ത് പോലും ചോദിച്ചിട്ടില്ല. അതിനെന്തിനു ചോദിക്കേണ്ട ആവശ്യം? ഇങ്ങേരുടെ ആവശ്യം നടന്ന് കിട്ടിയല്ലോ. ഇനിയിപ്പോ ഫോൺ വിളിച്ചാൽ എന്ത്, വിളിച്ചില്ലെങ്കിൽ എന്ത്? ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങേര് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ഫീൽഡ് ഔട്ട് ആയി പോയത്. ഒരുപാട് ആളുകൾ ഇതേ രീതിയിൽ പറ്റിച്ചിട്ടുണ്ട്. ഇങ്ങനെ ബേസിക് സ്വഭാവം എന്ന് പറയുന്നത് കാര്യം നടക്കാൻ വേണ്ടി പല രീതിയിലും കുരിഞ്ഞു നിൽക്കും. എന്നിട്ട് കാര്യം നടന്നു കഴിഞ്ഞാലോ പിന്നെ മൂപ്പരെ കാണണമെങ്കിൽ തമിഴ്നാട്ടിലുള്ള മൂപ്പരെ വീട്ടിലേക്ക് ചെല്ലേണ്ടി വരും. അതാണ് അവസ്ഥ. ഇങ്ങനെ ഒരു മനുഷ്യനിഷ്ട. എന്നാലും ആ മനുഷ്യന്റെ വാക്ക് വിശ്വസിച്ചിട്ടാണ് കോടിക്കണക്കിന് രൂപ ഈ പറയുന്ന ഹസീബ് ആ സിനിമയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തത്. ആ സിനിമ പൊട്ടി, അത് വേറെ കാര്യം. ആ പണമെല്ലാം ജയറാം തിരിച്ചു കൊടുക്കണമെന്നൊന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാലും പടം പൊട്ടിക്കഴിഞ്ഞാണെങ്കിൽ തിരിച്ചൊന്ന് വിളിച്ച് ആശ്വസിപ്പിക്കുക, കുറച്ചു കാലം ഒന്ന് കൂടെ നിൽക്കുക. കാരണം ഇങ്ങനെ വാക്ക് വിശ്വസിച്ചല്ല പടം പ്രൊഡ്യൂസ് ചെയ്തത്. അതൊന്നും ഇല്ല ആശാനി. പടം പൊട്ടിയത് കാരണം ആ ബന്ധം തന്നെ അങ്ങോട്ട് ജയറാം കട്ട് ചെയ്തു എന്നുള്ളതാണ്. എന്തായാലേ ബാക്കി കേട്ടോക്കെ എന്തായാലും. അതിനുശേഷം അവന് ഒരുപാട് സാമ്പത്തിക ബാധ്യത ഉണ്ടായി. അവന് സ്ട്രോക്ക് വന്നു. മരണത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടു വന്നത്. അപ്പോഴൊന്നും എത്രയോ ആൾക്കാർ ഹസീബിനെ കാണാൻ വന്നു. അതിലേ പോയാൽ ഇപ്പോഴും നമ്മുടെ 7 Rs വിജയകുമാറിനെ പോലെയുള്ള ആൾക്കാർ, ബാദുഷ, പിന്നെ അതുപോലെ സുബൈർ, അവനുമായിട്ട് ബന്ധമുള്ള എല്ലാവരും ആലപ്പുഴ വഴി പോയാൽ ഹസീബിനെ കാണാതെ പോകത്തില്ല. അപ്പോൾ ജയറാം പക്ഷേ
ഒന്ന് ഫോൺ ചെയ്യുകയല്ല, ഒന്ന് കാണാൻ പോലും വന്നിട്ടില്ല. കുറേ നാളിന് ശേഷമാണ് ജയറാം, മകളുടെ കല്യാണമാണോ ആ സമയത്ത് ഹസീബിനെ വിളിച്ചു. ഓക്കെ. വിളിച്ചപ്പോഴാണ് ഹസീബിൻ്റെ സംസാരം തിരിയുന്നില്ല. അയ്യോ എന്ത് പറ്റി ഹസീബെ എന്നൊക്കെ ചോദിച്ചപ്പോൾ വോയിസ് മെസ്സേജ് ഇട്ടു. ഞാൻ വോയിസ് മെസ്സേജ് ഇടാന്ന് പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും വോയിസ്. അന്ന് അയച്ച മെസ്സേജ് ഹസീബെ ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഹസീബ് ഒരു ലിവർ കംപ്ലൈൻറ്റ് ഉണ്ടായി എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അതിൻ്റെ ഉണ്ടായി, ഡ്രിങ്ക്സ് കാരണം ആശുപത്രിയിലാണ് എന്നൊക്കെ പറഞ്ഞു. എന്തിനാ അങ്ങനെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷിച്ചോ ജയറാമേട്ട? ആ മനുഷ്യൻ ഓരോന്ന് പറഞ്ഞ് കുഴി ചാടിപ്പിച്ചിട്ട് ആ വഴിക്ക് പോയതാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ 2018 മുങ്ങിയതാണ്. പിന്നെ പൊങ്ങുന്നത് എപ്പോഴാണ്? 2024 സ്വന്തം മകളുടെ കല്യാണം വരുമ്പോഴാണ്. 6 വർഷമായിട്ട് ആ മനുഷ്യന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ഈ പറയുന്ന ജയറാമേട്ടന്. ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അന്വേഷിച്ച് നോക്കിയിട്ടില്ല. അതിനിടയിൽ ഹസീബിനെ സംബന്ധിച്ചിടത്തോളം കരരോഗം വന്ന്, സ്ട്രോക്ക് വന്ന് കിടപ്പിലായി. എന്നിട്ട് പോലും അല്ലേ, എങ്ങനെ സാധിക്കുന്ന ജയറാമേട്ടൻ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ? നിങ്ങളെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. എന്തായാലും ബാക്കിയുടെ കേട്ടോക്കാം. ഈ സ്ട്രോക്ക് ഉണ്ടായ വിവരം ഒരാൾ പോലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ ആ വൈക്കേ വരില്ലായിരുന്നു അല്ലേ ജയറാമേട്ട? വല്ലാത്തൊരു മനുഷ്യൻ തന്നെയാണ് കേട്ടോ നിങ്ങൾ. ബാക്കി കേട്ടോക്കെ എന്തായാലും. ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്, ആരും പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് ഈ ഡ്രിങ്ക്സിൻ്റെ ഒരു കംപ്ലയിൻ്റ് ഉണ്ടായി, ആശുപത്രിയിലായിരുന്നു, ഇപ്പം എല്ലാം ശരിയായി, കുറച്ച് ക്രിട്ടിക്കലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഈ സ്ട്രോക്ക് ഉണ്ടായ കാര്യം പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് അറിയുന്നു, പടച്ചോനെ. എന്തായാലും എല്ലാ പ്രാർത്ഥനകളും അടുത്ത പ്രാവശ്യം മീൻസ് ഈ മാസം ഒരു 10 ദിവസം കഴിഞ്ഞാൽ കേരളത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലപ്പുഴ വരാം, വന്നിട്ട് നേരിട്ട് കണ്ടോളാം. എന്നിട്ട് നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടോ ജയറാമേട്ട? ഇങ്ങനെ ഒരു വോയിസ് ഇട്ട് പോയ ആളാണ്. പിന്നെ ഇതേ വരെ ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഉഷ തന്നെ പറഞ്ഞ കാര്യമാണ്. ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കാനും സൂചിപ്പിച്ച് കാര്യം നേടിയെടുക്കാനും ഇങ്ങനെ കഴിഞ്ഞിട്ടുള്ള എല്ലാവരും. എന്തായാലും ഉച്ചക്ക് പറയാനുള്ള ബാക്കിയുടെ കേട്ടോ. ഹസീബിന് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. ഹസീബ് ജയറാം, അതായത് എത്ര വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക്, ഇത് കോവിഡിന് തൊട്ട് മുൻപാണ്, 2018 ഹാപ്പി സർദാർ. പിന്നീട് 19 മുതൽ കോവിഡായി. അതും കഴിഞ്ഞിട്ടാണ് മകളുടെ കല്യാണം. ഇപ്പൊ 2 വർഷമെങ്കിലും ആയിട്ടുള്ളൂ, കഴിഞ്ഞിട്ടില്ലേ, 1-2 വർഷമായിട്ടുള്ളൂ. ആ സമയത്ത് അതുവരെ ജയറാം ഹസീബിനെ നിരന്തരം വിളിക്കുകയും വീട്ടിൽ വന്നുകൊണ്ടിരുന്ന ആള്, എറണാകുളത്ത് വന്നാൽ ഹസീബ്, അവർ തമ്മിൽ മീറ്റ് ചെയ്യും, ചെന്നൈ പോയാൽ മീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആള്, ഹസീബിനെ പോലെ ഒരു പ്രൊഡ്യൂസർ, ഹസീബ് ഇത്ര അടുപ്പമുള്ള ഒരാൾക്ക് ഇത്രയും വലിയൊരു അസുഖം വന്ന് കിടപ്പായത്, എന്തോ ലിവറിന് പ്രശ്നം ഉണ്ടായി എന്നുള്ളതല്ലാതെ സ്ട്രോക്ക് വന്നോ ഇങ്ങനത്തെ ഒന്നും അറിഞ്ഞില്ല. അപ്പൊ അന്വേഷിച്ചില്ലല്ലോ. അതിന് മൂപ്പർക്ക് എന്തിനാ അന്വേഷിക്കേണ്ട ആവശ്യം? മൂപ്പര് കാര്യം നടന്നു, മൂപ്പര് നൈസായിട്ട് മുങ്ങി, അത്രയേ ഉള്ളൂ. അതിനിടയിൽ ഈ ഹസീബ് എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള കാര്യം മൂപ്പർക്ക് നോക്കേണ്ട ആവശ്യമില്ല. മൂപ്പര് പൊടിയും തട്ടി മൂപ്പര് വഴിക്ക് പോയി. എന്തായാലും കൊള്ളാൻ ജയറാമേട്ട, നിങ്ങൾ വല്ലാത്തൊരു മനുഷ്യൻ തന്നെ കേട്ടോ. ബാക്കി പറഞ്ഞാലും അറിയാതെ വരുമ്പോ അന്വേഷിക്കാം. ഹസീബിന്റെ കുറ്റബോധം കൊണ്ടാണെന്ന് തോന്നുന്നുണ്ടോ? ലൈക്ക് അയാൾ പറഞ്ഞതല്ലേ, എന്തെങ്കിലും തട്ടുകേട് വന്നാൽ ഞാൻ കൂടെ ഉണ്ടാവുമെന്ന്. അത് പിന്നെ സത്യമാണെന്നുള്ളതിന്റെ വോയിസ് മെസ്സേജ് ഹസീബിന്റെ അയച്ചിട്ടുണ്ട് പുള്ളി. ഞാൻ എൻ്റെ ഒരൊറ്റ വാക്കിന്റെ പുറത്താണ്, ഞാൻ എൻ്റെ മോനോട് എപ്പോഴും പറയും, എൻ്റെ ഒറ്റ വാക്കിന്റെ പുറത്താണ് ഹസീബ് ഈ പ്രശ്നത്തിലേക്ക് ഈ പടം എടുത്തത് എന്ന് ഞാൻ എപ്പോഴും മോൻ്റെ അടുത്ത് പറയും. അതിന് വേണ്ട നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അടുത്ത ആഴ്ച അതിലേ വരാമെന്ന് പറഞ്ഞാൽ ഇന്ന് വരെ വന്നിട്ടില്ല. എൻ്റെ എന്താ പറയുക, ഞാനിപ്പോഴും കണ്ണനോട് പറയും, എൻ്റെ ഒരു വാക്കിൻ്റെ പേരിലാണ് കണ്ണ ആങ്കിൾ അത്രയും പൈസ മുടക്കി കണ്ണന് വേണ്ടി കളഞ്ഞത്. എൻ്റെ ഒറ്റ വാക്കിൻ്റെ പേരിലാണ്, ഞാൻ എപ്പോഴും പറയും. അപ്പോൾ അത് കുഴപ്പമില്ല, പടച്ചോൻ തിരിച്ചു തരും. ഏതെങ്കിലും രൂപത്തിൽ ദൈവം എപ്പോഴും കൂടെ ഉണ്ടാവും. എപ്പോഴും നമുക്ക് സംഭവിച്ചത് നല്ലതെന്നല്ലേ വിചാരിക്കുക. ചിലപ്പോൾ ഇതിൽ നിന്നായിരിക്കും വേറെ ഉണ്ടാവുക, എത്രയോ നല്ലതുകൾ ഉണ്ടാവേണ്ടത് ഇവിടെ നിന്നായിരിക്കും. എല്ലാ പ്രാർത്ഥനകളും എന്നും ഓക്കെ. ബൈ ഹസീബ്. ഒരു സഹായവും ചെയ്തിട്ടില്ല. ആ ഒരൊറ്റ പടം കൊണ്ട് ഹസീബിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി, ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി. അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അല്ല, ആൾക്കാരത് വിശ്വസിക്കുന്നില്ല. പല ആൾക്കാരും പല രീതിയിലാണ് എടുക്കുന്നത്. എങ്ങനെയാ ജയറാമേട്ടനെ പോലെ ഒരു വ്യക്തി ഇങ്ങനെ ചെയ്യില്ല എന്നാണ് പല ആൾക്കാരും പറയുന്നത്. 100% സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ജയറാമിന്റെ വാക്ക് കേട്ടിട്ടാണ് ഹസീബ് സിനിമ ചെയ്യുന്നത്. ബെസ്റ്റ്. ജയറാമിനെ പോലുള്ള ഒരാൾ ഇങ്ങനെ ചെയ്യില്ല പോലും. ജയറാം ഇങ്ങനെ ചെയ്യും എന്നുള്ളതാണ് ഇപ്പൊ ആൾക്കാർ വിശ്വസിക്കുന്നത്. കാരണം ഇപ്പൊ ഓൾമോസ്റ്റ് ജയറാം എന്ന വ്യക്തി എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും ഹാപ്പി സർദാർ എന്ന് പറഞ്ഞ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹസീബിന് ജയറാം അയച്ച വോയിസ് മെസ്സേജ് നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ. എന്തൊരു സുഖിപ്പിക്കലാണ് അല്ലേ. ഞാൻ കൂടെ കാണും, അങ്ങനെ ഉണ്ടാകും, ആനാക്കും ചേനാക്കും എന്നും പറഞ്ഞിട്ട് എവിടെ ആള്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ മനുഷ്യൻ എവിടെയും എത്താതെ പോയത്. ഇത് മാത്രമല്ല, ഇങ്ങനെ കുറിച്ച് മുൻ സംവിധായകനായിട്ടുള്ള രാജസേനൻ വേറെ ഇന്റർവ്യൂവിൽ വെച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ രാജസേനൻ ജയറാം കോംബോയെ കുറിച്ച് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ. മലയാള സിനിമയിൽ ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ച ഒരു കോംബോയാണ് ഈ പറഞ്ഞ രാജസേനനും ജയറാമും തമ്മിലുള്ളത്. അങ്ങനെ രാജസേനന് പോലും ജയറാമിനെ കുറിച്ച് നല്ല അഭിപ്രായമില്ല. അദ്ദേഹം ജയറാമിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും കേട്ടോക്കാം. രാജസേനൻ ജയറാം
ഐക്കോണിക് ആയിട്ടുള്ള കോമ്പിനേഷനാണ് അത്. എന്തുകൊണ്ട് പിരിഞ്ഞു എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല, അത് അതിന് ഉത്തരം പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ആ ഉത്തരങ്ങളിൽ ഏകദേശം ഒരു 10 ഉത്തരങ്ങളിങ്ങനെ സാർ പറഞ്ഞിട്ടുണ്ട്. ആ 10 ഉത്തരങ്ങളുടെ സംഗ്രഹമായിട്ട് ഞാൻ ചോദിച്ചോട്ടെ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ രണ്ടുപേരും രണ്ട് രീതിയിൽ വളർന്നുപോയി. ഒരാൾ താരം എന്ന രീതിയിൽ വളർന്നപ്പോൾ അയാൾ കഥയിലും കഥാഗതിയിലും ഇന്റർഫിയർ ചെയ്തു. അത് ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഉൾക്കൊള്ളാനായില്ല. അത് തന്നെയാണോ പ്രശ്നം? ഇന്റർഫിയർ ചെയ്തില്ല, ചെയ്യാൻ തുടങ്ങുകയാണ്. ചെയ്യാനുള്ള അവസരം കൊടുത്തില്ല. കഥയിൽ ഇടപെട്ടത് കൊണ്ട് എന്തിനൊരു സുഹൃത്തിനെ വേണ്ടത്? കഥയിൽ ഇടപെട്ടിട്ടില്ല, പുള്ളിക്ക് കഥയിൽ ഇടപെടാൻ അറിയത്തില്ല. അപ്പോൾ ദിലീപ് കഥയിൽ ഇടപെടും, പല കാര്യത്തിൽ ഇടപെടും, ദിലീപിനത് അറിയാം. ജയറാം സത്യം ഞാൻ തുറന്നു പറയാം, എൻ്റെ ഒരു സിനിമ കഴിഞ്ഞാൽ അടുത്ത സിനിമയ്ക്ക് ഒരു 4-5 സെൻറ്റൻസ് ചിലപ്പോൾ ഫോണിൽ കൂടെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ ജയറാം ആ സ്ക്രിപ്റ്റ് കാണുന്നത് ലൊക്കേഷനിലാണ്. അങ്ങനെയായിരുന്നു. ഇത് മധുചന്ദ്രലേഖയും കഴിഞ്ഞ് കനകസിംഹാസനവും കഴിഞ്ഞിട്ട് അടുത്ത് പ്ലാൻ ചെയ്തിരിക്കുന്നൊരു സിനിമയുടെ കാര്യം വന്നപ്പോൾ ഞങ്ങൾ തമ്മിൽ ഈ പറഞ്ഞത് ആരംഭിച്ചു. ഏത് അദ്ദേഹം കാസ്റ്റിങ് അത് ഫോണിൽ കൂടെയാണ് സംസാരിച്ചത്. അപ്പം ഞാൻ ചോദിച്ചു, നമ്മളിങ്ങനെ അല്ലോ ചെയ്തുകൊണ്ടിരുന്നത്, അല്ല ഇനി അങ്ങനെയൊക്കെ വേണ്ടേന്ന് ചോദിച്ചു. പറഞ്ഞ് എങ്കിൽ പിന്നെ ഞാനില്ല, നമുക്ക് പിന്നെ കാണാം, പിന്നെ എപ്പോഴെങ്കിലും കാണാം, നമ്മൾ ഇനി ഒരുമിച്ചുണ്ടല്ലോ. അത് വഴക്കായിട്ടല്ല, ഇതുപോലെ സ്നേഹത്തിൽ പറഞ്ഞു, ഇത്രയേ ഉള്ളൂ. അതിനെ പിന്നെ കൂടെ നിന്നവർ പലരും ഒന്ന് തെറ്റിയെന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, അറിയാമല്ലോ. ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കൂട്ടുകെട്ട് ശകലം അകന്നു എന്ന് കണ്ടാൽ പിന്നെ അതിനെ വലിച്ച് മാറ്റിക്കൊണ്ട് പോകാൻ ആളുണ്ടാവും. അങ്ങനെ കുറച്ച് പേര് അത് വലിച്ച് മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ട്. അത് പുള്ളി അറിഞ്ഞില്ല, ഞാൻ അറിഞ്ഞു, ഇത്രയേ ഉള്ളൂ. പക്ഷെ അത് ഒരു മിസ്സിങ്ങോ തീർച്ചയായിട്ടും സങ്കടമോ ഒന്നും ഇല്ല എന്ന് പറയുന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നോക്കൂ, ജയറാമിന്റെ മക്കളുടെ കല്യാണം വരുമ്പോൾ അപ്പൊ അവിടെ പ്രധാനമന്ത്രി വരുന്നുണ്ട്, വലിയ താരങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അറിയാതെയോ പ്രതീക്ഷിക്കുന്നുണ്ട് അവിടെ രാജസേനൻ ഉണ്ടായിരുന്നെങ്കിൽ. വിളിച്ചാലേ പോകാൻ പറ്റും. ബെസ്റ്റ്. സ്വന്തം മകളുടെ കല്യാണത്തിന് രാജസേനനെ വിളിച്ചില്ല. പറഞ്ഞു വരുമ്പോൾ ഒരുപാട് ഹിറ്റ് കോംബോകൾ ചെയ്തതാണല്ലേ ഈ പറഞ്ഞ ജയറാമും രാജസേനനും കൂടി. എത്ര നല്ല പടങ്ങൾ ഇവർ ചെയ്തിരിക്കുന്നു. CD ഉണ്ണികൃഷ്ണൻ, അതുപോലെ തന്നെ മേലെ പറമ്പിൽ ആൺവീട്, കനകസിംഹാസനം, മധുചന്ദ്രലേഖ, അങ്ങനെ എത്ര സിനിമകൾ ഇവർ ഒരുമിച്ച് ചെയ്തിരിക്കുന്നു. ഒരു കാലത്ത് ബടാ സുഹൃത്തുക്കളും ഒക്കെ ആയിരുന്നു. പക്ഷെ എന്തോ ചെറിയ യുഗ ക്ലാസിന് പുറത്താണ് ഇവർ തമ്മിൽ തെറ്റുന്നത്. അതെന്താണ് പ്രശ്നം എന്നുള്ളത് രാജസേനൻ പറയുന്നില്ല. അതിന് പിന്നാലെയാണ് സ്വന്തം മകളുടെ കല്യാണത്തിന് പോലും ജയറാം ഇദ്ദേഹത്തെ വിളിക്കാതാവുന്നത്. അതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തി താല്പര്യമാണ് അല്ലേ, സ്വന്തം മകളുടെ കല്യാണത്തിൽ ആരെ വിളിക്കണം വിളിക്കേണ്ട എന്നൊക്കെ ഉള്ളത്. പക്ഷെ അങ്ങനെ സ്വന്തം മകളുടെ കല്യാണത്തിന് ജയറാം വിളിക്കാത്തതിന്റെ കാരണം രാജസേനൻ പറയുന്നുണ്ട്. അവിടെയാണ് ജയറാം എത്രത്തോളം ഒരു കൂർമ്മ ബുദ്ധിക്കാരനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ എന്തായാലും അതൊന്ന് കേട്ടു നോക്കി. എൻ്റെ മകളുടെ കല്യാണത്തിന് വരാത്ത ആളിനെ ഞാൻ പിന്നെ വിളിക്കുമോ? ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് അതിലേക്ക് കിടക്കണ്ട. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചോദ്യം എന്നോട് ചോദിച്ചായിരുന്നു ഇങ്ങനെ. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞത് ഇതാണ്, ഈ 2 സെൻറ്റൻസേ പറഞ്ഞോളൂ. എൻ്റെ മകളുടെ കല്യാണമാണ് ആദ്യം നടന്നത്, അതിന് വന്നില്ല. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം ബുദ്ധിപൂർവ്വം ചെയ്ത ആളാണ്, സാമാന്യ ബുദ്ധിയുള്ള ആളാണ്. അദ്ദേഹം വിളിച്ചില്ല. കാരണം വിളിച്ചാലും ചെല്ലത്തില്ല എന്ന് വിചാരിച്ചിട്ടാവാം വിളിച്ചില്ല. ഇതെന്തത്, ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന് ചിന്തിക്കാൻ പറ്റുമോ? രാജസേനയുടെ മകളുടെ കല്യാണത്തിന് ജയറാമിനെ വിളിച്ചു, ജയറാം ചെന്നില്ല. അത് കാരണം സ്വന്തം മകളുടെ കല്യാണം വരുന്ന സമയത്ത് രാജസേനൻ വരില്ല എന്ന് കരുതി രാജസേനനെ ജയറാം വിളിക്കാതിരിക്കാന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഒരു മനുഷ്യന് ചിന്തിക്കാൻ കഴിയുമോ? ചിലപ്പോൾ ജയറാമിന് ചിന്തിക്കാൻ കഴിയുമായിരിക്കും അല്ലെ, മൂപ്പര് വേറെ തന്നെ ഒരു സ്പീഷീസ് ആണല്ലോ. എന്തായാലും കൊള്ളാം. ഏതൊക്കെ തരത്തിലാണ് ജയറാമിന്റെ ചിന്താഗതികൾ അല്ലേ, എന്തായാലും ബാക്കി കേട്ടോ വെക്കാം. രണ്ടിനും വിളിച്ചിട്ടില്ല. ഇനി അദ്ദേഹത്തിന്റെ സൈഡിൽ നിന്നൊരു ഇനീഷ്യേറ്റീവ് എടുത്താൽ, അല്ലെങ്കിൽ രാജസേനന്റെ സൈഡിൽ നിന്നൊരു ഇനീഷ്യേറ്റീവ്, ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് വിട്ടാണല്ലോ ഈ കമ്പനി എടുത്താൽ, ആ സുവർണ കൂട്ടുകെട്ട് ഒരുമിക്കോ? അതിനുള്ള സാധ്യത എനിക്കറിയില്ല, എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഉണ്ടാവില്ല. എൻ്റെ ഭാഗത്ത് ഒരു സൗഹൃദത്തിലേക്കൊക്കെ പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, സൗഹൃദം അതുപോലും കിട്ടാറില്ല. പല വേദിയിലും ഒരുമിച്ചൊക്കെ ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ടായിരുന്നു, അതില്ല. അപ്പം ഞാൻ ഇനിഷ്യേറ്റീവായിട്ടൊരു സിനിമ ചെയ്യാൻ വേണ്ടി ഇറങ്ങത്തില്ല. അദ്ദേഹം തന്നെയാണ് പല സിനിമയും നേരത്തെ ഇനിഷ്യേറ്റീവായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഞങ്ങളുടെ 16 സിനിമകൾ, 16 സിനിമ പ്രൊഡ്യൂസർ ഒപ്പിക്കാനൊക്കെ അദ്ദേഹം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം ഇറങ്ങിയാൽ ചിലപ്പോൾ നടന്നു വരാം. അദ്ദേഹത്തെ ഒരിക്കലും വേണ്ടാന്ന് ഞാൻ പറയത്തില്ല, പറയാൻ എൻ്റെ നാവ് അനുവദിക്കത്തില്ല. പക്ഷെ ഓക്കെ, അപ്പൊ പല കുറി ജയറാമുമായി ഒരു സൗഹൃദ സംഭാഷണത്തിന് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ രാജസേനൻ പറഞ്ഞു വെക്കുന്നത് അല്ലേ. പക്ഷെ അപ്പോഴൊന്നും ജയറാം അതിന് കൂട്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഒടുവിൽ രാജസേനൻ തന്നെ മനം മറന്നിട്ട് ഇങ്ങനെ ഒഴിവാക്കി പോരുകയായിരുന്നു. ഇങ്ങനെയൊക്കെ ഒരാളോട് വാശി കാണിക്കേണ്ട ആവശ്യമുണ്ടോ ജയറാമിന് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തായാലും മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഇവിടെ ഉഷ ഹനീഫ് പറഞ്ഞ കാര്യമാണെങ്കിലും അതുപോലെ തന്നെ രാജസേനൻ പറഞ്ഞ കാര്യമാണെങ്കിലും കൂട്ടി വായിച്ച് നോക്കുന്ന സമയത്ത് ജയറാമിന്റെ ക്യാരക്ടർ ഏറെക്കുറെ എന്താണെന്നുള്ളത് ഇവിടെ ഏറെക്കുറെ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞു അല്ലേ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ സ്വന്തം കാര്യം നേടാൻ ഏതറ്റം വരെയും പോകും. പിന്നെ അതിനുശേഷം
ആൾ ചെയ്തു കൊടുത്ത കാര്യങ്ങൾ അങ്ങ് അപ്പാടെ മറന്നു കളയും. അതാണ് ഈ മനുഷ്യനൊരു ക്യാരക്ടർ എന്ന് പറയുന്നത്. എനിക്കിതെല്ലാം കാണുന്ന സമയത്ത് മറ്റേ ചീഫ് ഡിറ്റക്റ്റീവ് എന്ന് പറയുന്ന സിനിമയിലെ ആടുകളെയാണ് ഓർമ്മ വരുന്നത്. ആ സിനിമ കണ്ടവർക്ക് അത് മനസ്സിലാകും. ആ സിനിമയിലെ ആടുകളുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണ്? പെട്ടെന്ന് തന്നെ ഒരു സംഭവം അവർക്ക് മറന്നു കളയാൻ പറ്റും അല്ലേ. 1, 2, 3 എണ്ണി കഴിയുമ്പോഴേക്കും അവർക്ക് മറന്നു കളയാൻ പറ്റും. അതേപോലെയാണ് ജയറാമിന്റെ കഥ എന്ന് പറയുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടും ജയറാമേട്ടന് അമിത വിനയത്തിന് ഒരു കുറവില്ല കേട്ടോ. ഇപ്പൊ ആട് തമിഴ്നാട്ടിൽ ചെന്ന അമിത വിനയം വാരി വിതറുന്നുണ്ട്. ഞാനൊരു ക്ലിപ്പ് കാണിച്ചു തരാം. എന്നെ നമ്പി இந்த கிருஷ்ணன் താങ്ക് യു കിഷൻ സർ. ഇவ்வளோ அழகா எங்களை ஸ்கிரீன்ல காட்டினதுக்கு all of you sir. Sir, thank you. சார் உங்ககிட்ட क्वेश्चन இருக்கு சார். ஒரே ஒரு क्वेश्चन சார். பிகாஸ் உங்களை காமெடியன் ரோல்ல பார்த்து என்ஜாய் பண்ணிருக்கோம். வில்லன் ரோல்ல பார்த்து இந்த படத்துல பயங்கரமா என்ஜாய் பண்ணுவோமா இல்ல கோவம் வருமா சார் உங்களை பார்த்து? எப்படி சார் சொல்ல முடியும்? ஓகே சார், நாங்க படம் பார்த்து தெரிஞ்சுக்கிறோம். தேங்க் யூ சார். தேங்க் யூ சோ மச். എന്തൊരു വിനയാണല്ലേ. കുനിഞ്ഞു നിന്നിട്ടൊക്കെയാണ് ആശാൻ വിനയം കാണിക്കുന്നത്. ഇത്രയൊക്കെ ആയിട്ടും ആശാന് വിനയത്തിന് ഒരു കുറവില്ല. അതാണ് മുട്ടൻ കോമഡി. ഇനി ഇങ്ങനെ വിനയം കാണിക്കുന്നതിനെ കുറിച്ച് മൂപ്പർ ഏതൊരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും ഒന്ന് കേട്ടോക്കാം. പറഞ്ഞതിൽ തെറ്റ് വന്നിട്ടുണ്ട്. അത് ഞാനിതൊന്നും ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ. എനിക്ക് ഒരാളോട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ബിഹേവ് ചെയ്യുമ്പോഴോ എങ്ങനെ ബലം പിടിച്ചിരുന്നാലും എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് അങ്ങനെ സംസാരിക്കാൻ അറിയില്ല. അതങ്ങനെ എൻ്റെ ഒരു മുഖഭാവം അങ്ങനെ ആയിപ്പോയി, എൻ്റെ ശീലങ്ങൾ അങ്ങനെ ആയിപ്പോയി. അതല്ലാതെ എനിക്കൊന്നും ഒരു ആർട്ടിഫിഷ്യലായിട്ടൊരു ഫേസ് പിടിച്ച് അങ്ങനെ എനിക്ക് പറ്റില്ല. അതെ, അത് കറക്റ്റ് ആണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ അമിത വിനയത്തിന്റെ കാര്യത്തിൽ അതൊട്ടും ആർട്ടിഫിഷ്യൽ അല്ല എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. വല്ലാണ്ടോട് കിടന്നുരുളല്ലേ ജയറാമേട്ട. ബാക്കി പറഞ്ഞാലും ഇല്ലില്ല, ഒന്നും അങ്ങനെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനത്തെ ഒരു ഫേസ് ഉണ്ടാക്കി അങ്ങനെ ഒന്നുമില്ല. ഒട്ടും പ്രാക്ടീസ് ചെയ്തല്ലേ ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തെന്നുള്ളത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ ആരെയാണ് ജയറാമേട്ട പറഞ്ഞു പറ്റിക്കാൻ നോക്കുന്നത്? നിങ്ങൾ കാണിച്ചു കൂട്ടുന്നതല്ല, പക്കാ ആർട്ടിഫിഷ്യൽ ആണ്. അതുകൊണ്ടാണ് നിങ്ങൾ പിടിച്ച ആൾക്കാർ ഇങ്ങനെ ഊക്കുന്നതും ട്രോളുന്നതും. അത് ആദ്യം മനസ്സിലാക്കുക. ബാക്കി പറഞ്ഞാലും എനിക്ക് അത് ജന്മനാ ഉള്ളതാണ്. ഞാൻ അങ്ങനെ ചിരിച്ച് സംസാരിക്കാറ്. അത് ചിലപ്പോൾ ചിലവർക്ക് നല്ലതായോ ചീത്തയോ തോന്നിയാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഇത് പെട്ടെന്ന് ഇത് മാറ്റിയിട്ട് എനിക്ക് ഗൗരവമായിട്ടിരുന്ന് സംസാരിക്കാനും എനിക്കും അറിയില്ല. പിന്നെ ട്രോളുകൾ അവർക്ക് ട്രോളാനുള്ള ഒരു സാഹചര്യം മാക്സിമം നമ്മൾ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളത് ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഇത് തൊഴിലിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞു. അത് കറക്റ്റ് ആണ്. ആ അമിത വിനയം തൊഴിലിന്റെ ഒരു ഭാഗം തന്നെയാണ് ജയറാമേട്ടനെ സംബന്ധിച്ചിടത്തോളം. കാരണം ആ അമിത വിനയം കാണിച്ചിട്ടാണല്ലോ ഇത്രയും കാലം പലരും പറ്റിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ജയറാമേട്ടനെ സംബന്ധിച്ചിടത്തോളം 100% ഷുവറാണ് അത് തൊഴിലിന്റെ ഭാഗം തന്നെയാണ്. അതിൽ യാതൊരു സംശയവും ഇല്ല. ബാക്കി പറഞ്ഞാലും നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ട്രോൾ എന്നെ എല്ലാവരും കളിയാക്കുന്നു, അതുകൊണ്ട് ഞാൻ നാളെ അഭിനയമൊക്കെ നിർത്തി ഞാൻ വേറെ എന്തെങ്കിലും പോവാന്ന് അങ്ങനെയും വെക്കാൻ പറ്റില്ല. കാരണം ഇത് ജീവിത തൊഴിലായി കഴിഞ്ഞ 30-38 വർഷമായിട്ട് ഈ ജോലിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതും അതിൻ്റെ ഒരു പാർട്ട് നമ്മൾ അത് എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കുക. അതല്ലേ എൻ്റെ ഇത്. അതെ, അതന്നെയാണ് അതിന്റെ ഒരു ഇത്. ഇങ്ങനെ പറയുന്നതിൽ പോലും ഇങ്ങനെ അമിത വിനയം വാരി വിതറുന്നുണ്ട് അല്ലേ. അതാണ് ഇങ്ങേരുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. പുറമെ ഒടുക്കത്തെ അമിത വിനയം വാരി വിതറലും, എന്നാൽ ഉള്ളിലോ ഭയങ്കര കൂർമ്മ ബുദ്ധിയും കുരുട്ടു ബുദ്ധിയും. അതാണ് യഥാർത്ഥത്തിലുള്ള ജയറാമേട്ടൻ എന്ന് പറയുന്നത്. എന്നാൽ ഇങ്ങനെയൊക്കെ എക്സ്പോസർ ആവുന്നുള്ളത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല കേട്ടോ. ഉള്ളത് പറയാലോ. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.